ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. സാധാരണ ഈ വെയിലത്തുണക്കി വെക്കുന്ന ആ ഒരു പരീക്ഷണത്തിൽ എപ്പോഴും പാളിച്ചകൾ പറ്റാറുള്ളത് എനിക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും വെയിലത്ത് വെച്ച് ഉണക്കാൻ നിൽക്കുമ്പോൾ അപ്പോൾ മഴ ഒരു ചതിയനായിട്ട് കടന്നു വരും. നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. ഒരു മുന്തിരി ഉണക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലും ഇടയ്ക്ക് എനിക്കൊരു ചതി പറ്റിയിരുന്നു. ആ ഒരു മുന്തിരി ഉണക്കുന്ന ആ ഒരു ഫസ്റ്റ് ടൈമിൽ മഴ ഒരു വില്ലനായിട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്നും പകുതി എടുത്തിട്ട് മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് പരീക്ഷിച്ച് നോക്കിയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇക്കൊല്ലത്തെ ഉണക്കൽ വീഡിയോകളൊക്കെ ഞാൻ വളരെയധികം കുറച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതേപോലെ പാളിച്ചകൾ പറ്റുന്നതുകൊണ്ട്. പക്ഷേ അമ്മ നേരെ ഓപ്പോസിറ്റാണ്. ഒന്നും നോക്കാതെ തന്നെ ചെയ്തു തുടങ്ങും. എന്നിട്ട് അവസാനം എന്തെങ്കിലുമൊക്കെ ഒരു പണി ഉണ്ടാവും. നമ്മളുടെ ഈ കൊപ്ര ഉണക്കുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, വെളിച്ചെണ്ണ ആട്ടുന്ന ആ ഒരു സമയത്ത് ഇതേപോലെ അമ്മ വെയിലത്ത് വെക്കാനായിട്ട് ഇട്ടു. നല്ല ചുട്ട വെയിൽ കണ്ടിട്ട് അതിനിടയിൽ മഴ വെയിലൊക്കെ ഉണ്ടായിട്ട് രാത്രി ഇതേമാതിരി പുറത്തുനിന്ന് എടുത്തിട്ട് അകത്ത് വെക്കൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ അമ്മ നാളികേരം വെയിലത്ത് വെച്ച് ഉണക്കി കൊപ്രയാക്കിയിട്ട് വെളിച്ചെണ്ണയാക്കി എടുത്തു. അത് പോരാനിട്ട് ഇതാ അടുത്തൊരു പണിയായിട്ട് അമ്മ വന്നിരിക്കുകയാണ്. ഒരു വട്ടം അമ്മ പിള്ളേർക്ക് വേണ്ടിയിട്ട് മാങ്ങാത്തരി ഉണ്ടാക്കിയപ്പോൾ അത് പിള്ളേർക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ മാങ്ങാത്തരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിലുണ്ടായിരുന്ന ഒരു 4-5 പച്ചമാങ്ങ എടുത്തിട്ട് ഒരു 5-6 പ്ലേറ്റ് മാങ്ങാത്തരി ഉണ്ടാക്കി വെച്ചു. അങ്ങനെ അത് ഉണക്കാനായിട്ട് വെയിലത്ത് വെച്ചപ്പോൾ ആദ്യത്തെ ദിവസം ചെറുതായിട്ട് വെയിലുണ്ടായിരുന്നു. പിറ്റത്തെ ദിവസം തൊട്ടിട്ട് ഒടുക്കത്തെ മഴ. പിന്നെ ഒന്നും നോക്കിയില്ല, അതിന് നേരെ പ്ലേറ്റിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ട് കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങ് വരട്ടിയെടുത്തു. ഈ വരട്ടിയെടുക്കുന്ന ഡ്യൂട്ടി എനിക്കായതുകൊണ്ട് തന്നെ ഞാൻ നല്ല അസലായിട്ട് വരട്ടി ഇതേപോലെ അങ്ങ് മാങ്ങാത്തര പോലെ പീസാക്കി എടുത്തിട്ടുണ്ട്. അത് സക്സസ് ആയതിന്റെ സന്തോഷമാണ് എന്റെ ഈ ഒരു മുഖത്ത് കാണുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ മാങ്ങാത്തര ഹൽവ കഥ? അടിപൊളിയല്ലേ? അപ്പൊ അടുത്തൊരു കിർക്കൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.